അനുദിന വിശുദ്ധർ മാർച്ച് 8 ദൈവത്തിൻ്റെ വിശുദ്ധ ജോൺ. ഒരു ആട്ടിടയനായിരുന്നു ജോൺ. വളരെ കുത്തഴിഞ്ഞ യുവത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദൈവഭയം തീർത്തുമില്ലാതെ ജീവിച്ച ജോൺ സ്പെയിനിലെ രാജാവായിരുന്ന ചാൾസ് അഞ്ചാമൻ്റെ സൈന്യത്തിൽ ചേർന്ന് ഫ്രാൻസുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം കഴിഞ്ഞ് സൈന്യത്തെ പിരിച്ചുവിട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ആട്ടിടയനായി ജോലി നോക്കി. അക്കാലത്താണ് ഉണ്ണിയേശുവിൻ്റെ ദർശനം ജോണിനുണ്ടാകുന്നത്. സ്വപ്നത്തിൽ ഉണ്ണിയേശു ജോണിനെ ദൈവത്തിൻ്റെ ജോൺ എന്ന് വിളിച്ചു. ആവിലായിലെ വിശുദ്ധ ജോണിൻ്റെ പ്രസംഗം കേൾക്കുക കൂടി ചെയ്തതോടെ അദ്ദേഹം കുറ്റബോധം കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ചു. ആളുകൾ ജോണിനെ ഭ്രാന്താലയത്തിൽ അടച്ചു. ഭ്രാന്താലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സ്പെയിനിലെ ഒരു ഗ്രാമത്തിൽ താമസമാക്കിയ ജോൺ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് പിന്നീട് ജീവിച്ചത്. താൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്യുന്നതിന് വേണ്ടി ഭക്ഷണമില്ലാത്തവരെയും വീടില്ലാത്തവരെയും രോഗികളെയും ശുശ്രൂഷിച്ചു. പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ജോൺ തെരുവിൽ ഭിക്ഷയാചിച്ചു. അവർക്ക് വേണ്ടി കൂലിപ്പണി ചെയ്തു, അവർക്ക് വേണ്ടി ജീവിച്ചു.